ഹായ് ഹലോ പവിത്രം സീരിയലിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദിയും വിക്രമും പിരിയാൻ കാരണം പുറത്തുനിന്ന് മറ്റാരുടെയോ ഇടപെടലുണ്ടെന്ന കാര്യം മനസ്സിലാക്കാൻ ദീപ്തിയും വരുണും അവരെ രണ്ടുപേരെയും വീണ്ടും ഒരുമിക്കാനും വേദേജിയെ പിന്നിലോട്ട് വലിക്കുന്ന അതെന്താണെന്ന് ആ കാരണം കണ്ടെത്തുവാനും ശ്രമിക്കാൻ വരുണും ദീപ്തിയും കൂടെ. അങ്ങനെ അവർ അതിനുള്ള പരിശ്രമങ്ങൾ തുടരാനട്ടോ. ആ ഒരു സമയത്താണ് വിക്രമും മാഷും കൂടെ വേദയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നാൽ അവരുടെ കൂടെ പോവാൻ കൂട്ടാക്കാതെ വിക്രമായിട്ടുള്ള സകല ബന്ധങ്ങളും താൻ ഉപേക്ഷിക്കാണെന്ന് വേദ പറയുമ്പോൾ ചങ്ക് പെടഞ്ഞാണ് അവൾ ആ കാര്യം അറിയിക്കുന്നത്. എന്നാൽ മാഷിന് മനസ്സിലാവുന്നുണ്ട് വേദയെ അത്രമാത്രം വേദനിപ്പിക്കുന്ന എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവൾ ഈ കാര്യം ആരോടും പറഞ്ഞിട്ടില്ല, അതെന്തായിരിക്കും എന്നായിരുന്നു ആ സമയവും മാഷിൻ്റെ ഉള്ളിൽ. അങ്ങനെ ശങ്കരനാരായണനും തൻ്റെ മകൾ ഇത്രയേറെ വിക്രമിനെ വിട്ട് ആ വീട് വിട്ട് പോരണതിന് മറ്റെന്തോ കാരണമെന്നതെന്ന് ശങ്കരനും തോന്നി തുടങ്ങാട്ടോ. അതിന് കാരണക്കാരി ദീപ്തിയാണ്. അയാൾ എന്തോ കേസിൻ്റെ കാര്യം നോക്കിക്കൊണ്ട് റൂമിലിരിക്കുന്ന സമയത്താണ് ദീപ്തി അച്ഛൻ്റെ അരികിലേക്ക് വരുന്നത്. എന്താ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ അച്ഛ, എനിക്ക് അച്ഛനോട് സംസാരിക്കണം. വേദിച്ച് ഒരിക്കലും മനസ്സറിവോടെയല്ല അവിടുന്ന് പോകുന്നത്, മറ്റെന്തോ കാരണം കൊണ്ടാണ് ചേച്ചി അവിടുന്ന് പോകുന്നത്. അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം? അതിന് കാരണമുണ്ട്. വിക്രമേട്ടനെ ആട്ടി ഓടിക്കുമ്പോഴും ചേച്ചിയുടെ ഉള്ളിൽ അത്രയേറെ സങ്കടം ഉണ്ടാവും. അത് പിന്നെ ഉണ്ടാവില്ലേ? ഇത്രയും ദിവസങ്ങളൊക്കെ അവൻ്റെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിഞ്ഞതല്ലേ. പക്ഷേ ചേച്ചി അറുത്തുമുറിച്ച് വിക്രം ചേട്ടൻ്റെ അടുത്ത് എനിക്ക് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചേച്ചിയുടെ മനസ്സിൽ അങ്ങനെയല്ല, മറ്റെന്തൊക്കെയോ കാരണമാണ്. അതെ, ആ ശ്രീനിവാസൻ്റെ കാരണം തന്നെയാണ് വേദക്ക്, അല്ലാതെ വിക്രമിനോട് ദേഷ്യവും വെറുപ്പൊന്നും അവൾക്കില്ല. ഇതല്ല, ഇതിനു മുമ്പും ശ്രീനിവാസനുമായിട്ടുള്ള കൂട്ടുകെട്ടുണ്ടായിരുന്നല്ലോ, അതും ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടാണ് വിക്രം ചേട്ടൻ വന്നത്. എന്നിട്ടും വേദജി പോവാത്തതിലെ പിന്നിൽ മറ്റെന്തോ കാരണമുണ്ട്. എന്താ ദീപ്തി, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ച് പറ. അതെ, ഇപ്പം തന്നെ പറയാനായിട്ടില്ല. പക്ഷേ ചേച്ചി അധികം വൈകാതെ സത്യങ്ങളെല്ലാം എല്ലാവരും മനസ്സിലാക്കി ഇവിടെ നിന്ന് പോവും. അധികം പ്രതീക്ഷയൊന്നും അച്ഛൻ മനസ്സിൽ കണക്ക് കൂട്ടേണ്ട. ആ സമയം ശങ്കരനാരായണൻ അവളെ നോക്കിയൊന്ന് ചിരിക്കുന്നുണ്ട്. യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അറിയാനായിട്ട് ശങ്കരനും ഒരു ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ വരുണാണെങ്കിലോ തൻ്റെ അച്ഛനെ ഏതു നേരം നിരീക്ഷിക്കുന്നുണ്ട്. തൻ്റെ അച്ഛൻ്റെ ഇടപെടൽ കൊണ്ടാണോ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊരു തോന്നൽ, സംശയം അവൻ്റെ ഉള്ളിലുണ്ട്. അത് ശ്രീനിവാസനും ശ്രീകാന്തും കൂടെയുള്ള ഒരു ഫോൺ സംഭാഷണത്തിലൂടെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ശ്രീനിവാസൻ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. ശ്രീകാന്തിൻ്റെ നിരവധി കോളുകൾ അവൻ കാണണം. ആ കോൾ റെക്കോർഡിംഗ് എല്ലാം ഓൺ ചെയ്തതിന് ശേഷം അതുപോലെ ഫോൺ വെച്ചതിന് ശേഷം അവിടെ നിന്ന് പോകുന്നുണ്ട് വരണ്. അങ്ങനെ ശ്രീനിവാസനെ ശ്രീകാന്ത് വിളിക്കുന്ന സമയത്തെല്ലാം കോൾ റെക്കോർഡ് ആവാട്ടോ. അങ്ങനെ അവനാണെങ്കിലും ഈ കോൾ റെക്കോർഡെല്ലാം ഓട്ടോമാറ്റിക്കൽ അവളുടെ ഫോണിലേക്ക് വരുന്ന രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ആ ഫോൺ സംഭാഷണത്തിൽ നിന്ന് തന്നെ ശ്രീകാന്ത് വാസവനോട് പറയുന്ന കാര്യങ്ങൾ വരുൺ കേൾക്കുന്നുണ്ട്. ഇലക്ഷൻ സമയത്ത് വിക്രമിനെ മുന്നിൽ നിർത്തി വിക്രമിനെ അച്ഛനെ കൊണ്ട് കൊല്ലിപ്പിക്കാനുള്ള പരിപാടിയാണെന്ന കാര്യം മനസ്സിലാക്കാനട്ടോ വരുണ് ഈ കാര്യം ദീപ്തിയോട് കണ്ട് സംസാരിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ ഒരു ഗൂഢാലോചന നടത്താണ്. ഇതിൻ്റെ പിന്നിൽ നിന്റെ ചേട്ടൻ ശ്രീകാന്ത് തന്നെയാണ്. എൻ്റെ അച്ഛനുമായിട്ടുള്ള സംസാരിക്കുന്ന ഈ വോയിസ് ക്ലിപ്പൊക്കെ ഒന്ന് കേട്ടു നോക്ക്. അതെല്ലാം കേട്ട ദീപ്തിക്ക് ദേഷ്യം അടക്കാൻ പറ്റുന്നില്ല. സ്വന്തം ചേട്ടൻ തന്നെ അനിയത്തിമാരുടെ ജീവിതം ഇല്ലാതാക്കുന്നത്. നിന്റെ ചേട്ടൻ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് അറിയാമോ? വിക്രം ചേട്ടനെ കൊന്നിട്ട് അതിൻ്റെ പക എൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ്. പക തോന്നി വിക്രം ചേട്ടനെ ഞാൻ കൊന്നെന്ന് വരുത്തി തീർത്ത് എന്നെ ജയിലടക്കാനാണ്. രണ്ട് പെങ്ങന്മാരുടെയും ജീവിതം സുരക്ഷിതമാകുമല്ലോ. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ആ ചെന്നായിയുടെ മുഖമുടി ഞാൻ വലിച്ചു കീറും. എൻ്റെയും എൻ്റെ വേദ ചേച്ചിയുടെയും ജീവിതം വെച്ചാണ് അയാൾ കളിക്കുന്നത്. എന്തായാലും നമ്മുടെ കയ്യിൽ കൂടുതൽ തെളിവുകളൊന്നുമില്ല. അതുകൊണ്ട് എടുത്തുചാടി ഒന്നും ചെയ്യണ്ട. ഇതിനെ എന്തെങ്കിലും നീ നോക്കണം. അങ്ങനെ ശ്രീകാന്തിനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാണ് ദീപ്തി. അങ്ങനെ വീട്ടിലേക്ക് വന്ന ദീപ്തി ആദ്യം ശ്രീകാന്ത് എവിടെ നോക്കുന്നുണ്ട്. ടെറസിൽ വർഷേച്ചിയുമായിട്ട് വളരെ ഗൂഢാലോചന നടത്തുന്നവൾ കണ്ടതും പുറകിൽ നിന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ വർഷേച്ചിയും കൂടെ അറിഞ്ഞിട്ടുള്ള പ്ലാനിങ് ആണെന്ന കാര്യം ആ ഒരു സമയത്ത് ദീപ്തിക്ക് മനസ്സിലാവാനും അവർ രണ്ടുപേരെയും കൂടെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കണം. അതിനുവേണ്ടി എന്താപ്പോൾ ഒരു ഐഡിയ, കുറച്ച് സമയത്തേക്ക് രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോവണം. അത് തൻ്റെ അത്യാവശ്യമാണ്. റൂമൊന്ന് പരിശോധിക്കണം. ശ്രീകാന്തേട്ടൻ്റെ ലാപ്ടോപ്പിൽ എല്ലാ രഹസ്യങ്ങളും ഉണ്ടാവും.
അങ്ങനെ ശ്രീകാന്തും വർഷയും കൂടെ മോനൂത്ത് പുറത്തേക്ക് പോകണ സമയത്ത് വർഷയുടെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് പോവാണ്. ദീപ്തി ഈ സമയം അവളുടെ റൂമിൽ ഒളിഞ്ഞിരിക്കായിരിക്കും. എന്നിട്ട് അവർ പോയി കഴിഞ്ഞെന്ന് കാണുമ്പോൾ അവരുടെ റൂം തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ലോക്ക് ചെയ്തിട്ടാണ് അവർ പോയതെന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്. ദീപ്തി അവിടെ ഉണ്ടായിരുന്ന മറ്റു കീയെ ഉപയോഗിച്ച് ആ ഡോറ് തുറക്കാണ്. എന്നിട്ട് ലാപ്ടോപ്പ് ഓൺ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ശ്രീകാന്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും അവളുടെ പെൻഡ്രൈവിലേക്ക് കോപ്പിച്ചതിന് ശേഷം അവളുടെ സ്വന്തം റൂമിൽ ചെന്നിട്ട് എടുത്തു നോക്കുമ്പോൾ അവൾ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പല കാഴ്ചകളും കാണാം. തൻ്റെ ചേട്ടൻ ഇത്രയേറെ വളർന്നു പോയോ എന്ന് കണ്ട് അവൾ പോലും അത്ഭുതപ്പെടുന്നുണ്ട്. അങ്ങനെ ശ്രീനിവാസൻ്റെ അടുത്ത് വരുൺ പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ, ഈ ഒരു മെസ്സേജും കാര്യങ്ങളും എല്ലാം വരുണിനെയും അറിയിക്കാൻ. ശ്രീനിവാസനോട് വരുൺ ചെന്നിട്ട് പറയും, അച്ഛനോട് എനിക്ക് സംസാരിക്കാനുണ്ട്. എന്താ കാര്യം? ഈ ഇലക്ഷൻ കഴിയുന്നവരെ ഞാൻ വളരെ ബിസിയാണെന്ന് നിനക്കറിയാലോ. പക്ഷേ ഇത് അതിലും വലിയ ചതിയാണച്ചാ. എന്താ? അങ്ങനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ വാസവനെ കുറച്ച് ക്ലിപ്പുകളും വീഡിയോസും വോയിസ് റെക്കോർഡും കേൾപ്പിച്ചു കൊടുക്കാനും വാസവന് പോലും നെട്ടിപ്പോവാണ്. ശ്രീകാന്തിൻ്റെ ചതി അയാൾക്ക് മനസ്സിലാവാണ്. ആ വാസവനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിക്രമിനെ തീർക്കണം. എന്നിട്ട് അതിൻ്റെ കുറ്റം അയാളുടെ മകൻ്റെ തലയിൽ കെട്ടിവെച്ച് അവനെ ജയിലിലാക്കണം. അയാളുടെ വിചാരം അയാളുടെ മകനെ എൻ്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കുന്ന. അയാൾക്കും അയാളുടെ മകനും ഒരു ചില്ലിക്കാശും കൊടുക്കില്ല. അവരെ പൂട്ടാനുള്ള വഴിയൊക്കെ എനിക്കുണ്ടെന്ന ശ്രീകാന്തിൻ്റെ ശബ്ദരേഖ കേട്ടതും വാസവനാകെ നെട്ടിത്തരിച്ചു നിൽക്കാം. അവൻ ആരോടാ കളിച്ചത്? അവൻ്റെ ഈ ചതി എനിക്ക് മുമ്പേ മനസ്സിലായതാണ്. അവൻ്റെ പ്ലാനിംഗ് ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്താ വാ വരുൺ എന്ന് പറഞ്ഞ് വരുണിനെയും കൊണ്ട് നേരെ ശങ്കരനാരായണൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് വാസവം. ഈ സമയം ശങ്കരനാരായണൻ്റെ അടുത്തേക്ക് ചെന്ന ദീപ്തി തൻ്റെ ലാപ്ടോപ്പിലുള്ള ആ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. മാഷിനെ തട്ടിക്കൊണ്ടുപോവുകയും വേദിയെ ഭീഷണിപ്പെടുത്തതുൾപ്പെടെ എല്ലാം അതിലുണ്ട്. തൻ്റെ മകൻ ഇത്രയേറെ ഒരു ഫ്രോഡാണെന്നും ഒരു ഗുണ്ടയാണെന്ന കാര്യവും അറിഞ്ഞ ശങ്കരനാരായണൻ അങ്ങ് ദേഷ്യം കൊണ്ട് രക്തം തിളക്കുന്നുണ്ട്. അങ്ങനെ ഇതൊന്നും അറിയാതെ പുറത്തു പോയി വന്ന വർഷയും ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നുണ്ട്. ആ സമയം ശ്രീകാന്തിൻ്റെ കവിളടക്കി ഒന്ന് കൊടുക്കാന് ശങ്കരനാരായണ ഇടച്ചെറ്റേ, നിന്നെപ്പോലൊരു മകന് ജന്മം നൽകിയ എനിക്ക് തന്നെ പുച്ഛം തോന്നടാ. നീ എന്ത് വൃത്തിക്കേടാടാ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? നീ സ്വന്തം പെങ്ങളുടെ ജീവിതം വെച്ചാ കളിച്ചത്. അവളെ ഭീഷണിപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവളുടെ ഭർത്താവിൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണോ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്? നീ നിന്റെ വൃത്തിക്കേടുകളെല്ലാം എനിക്ക് മനസ്സിലായടാ. അതുമാത്രമല്ല പല കളികളും നീ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അയാളുടെ കരണം നോക്കിയൊന്ന് കൊടുക്കാൻ. ആ സമയം വാസവനും വരുണും അവിടേക്ക് വരുന്നുണ്ട്. ശ്രീകാന്ത് സാറേ, നിന്റെ കളിയൊക്കെ എനിക്ക് മനസ്സിലായടാ. സ്വന്തം പെങ്ങളുടെ ഭർത്താവിനെ കൊന്നിട്ട് ആ കൊലക്കുറ്റം എൻ്റെ മകൻ്റെ തലയിൽ കെട്ടിവെക്കാനാണല്ലേ പ്ലാൻ എന്ന് ചോദിച്ചുകൊണ്ട് വാസവൻ്റെ കയ്യിൽ നിന്നും ഒരു കരണം നോക്കിയൊന്ന് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് പോലീസ് വാഹനം അവിടെ വന്ന് നിൽക്കാനും അത് മറ്റാരും വിളിച്ചതായിരിക്കില്ല, ദീപ്തി തന്നെയാണ്. പോലീസുകാരെ കണ്ട ശങ്കരനും ശ്രീകാന്തും ഒന്ന് നെട്ടുന്നുണ്ട്. എന്തായത്? ഞാനാ ഇവരെ വിളിച്ചത്? ഇതുപോലൊരു ഗുണ്ടയുള്ള വീട്ടിൽ എനിക്ക് താമസിക്കാൻ പറ്റില്ല. ഇവനെ ഇപ്പം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അച്ഛൻ കണ്ടതല്ലേ ഏട്ടൻ കാണിച്ചു കൂട്ടിയ ചെയ്തികളൊക്കെ. പിന്നെ എങ്ങനെ അച്ഛനെ ന്യായീകരിക്കാൻ പറ്റും? അച്ഛനൊരു ജഡ്ജിയല്ലേ. ഈ തെറ്റിൻ്റെയും ക്രൂരതയുടെയും വലിപ്പം അച്ഛൻ അറിയില്ലേ? അങ്ങനെ ശങ്കരനാരായണൻ പോലീസുകാരോട് കണ്ണുകൊണ്ട് ആങ്ങി കാണിക്കാണ് ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ആ ഒരു ഡിവൈസ് പേപ്പർ എടുത്തിട്ട് ശങ്കരനാരായണൻ വലിച്ചു കീറുന്നുണ്ട്. എല്ലാം കലങ്ങി തെളിയാണ് കേട്ടോ. ആ ഒരു സമയത്ത് വിക്രമിനെ വരുൺ വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങോട്ട് വരണം, വേദിയുടെ വീട്ടിലേക്കും അത്രയ്ക്ക് അത്യാവശ്യമാണെന്ന് പറയുമ്പോൾ ഒന്നും മനസ്സിലാവാതെ വിക്രം അവിടേക്ക് വരുമ്പോൾ ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. വിക്രമിനൊന്നും മനസ്സിലാവുന്നില്ല. ആ സമയം അവൻക്കരികിലേക്ക് വന്ന് കൈകൂപ്പി നിൽക്കുകയാണ് ശങ്കരനാരായണൻ. മോനെ ക്ഷമിക്ക്, ഞാനൊന്നും അറിഞ്ഞില്ല. ഈ മോളാണ് എന്നെ കണ്ണു തുറപ്പിച്ചത്. ശ്രീകാന്തിൻ്റെ ഈ ചതി എനിക്ക് മനസ്സിലാകാതെ പോയി. അങ്ങനെ ശ്രീകാന്ത് ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം വിക്രമിന് അന്നേരം മനസ്സിലാകുന്നുണ്ട്. എടാ എന്ന് വിളിച്ചുകൊണ്ട് അലറി വിളിച്ച് ശ്രീകാന്തിൻ്റെ അരികിലേക്ക് പാനി ചെല്ലാണ്. എൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയ നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ഷർട്ടിൽ കുത്തിപ്പിടിച്ച് മൂക്കിനെ നോക്കി 4 ഇടിയിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും പോലീസുകാർ വന്ന് വിക്രമിനെ പിടിച്ചു മാറ്റാനും വിക്രമാണെങ്കിലോ അങ്ങ് ദേഷ്യം അടങ്ങാൻ നിൽക്കുക. ആ സമയത്ത് വേദയെ അവൻ നോക്കുന്നുണ്ട്. വേദ ഓടി വന്നവനെ കെട്ടിപ്പിടിക്കാണ്. വേദ, നീ ഈ കാരണം കൊണ്ടാണ് എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാനാണ് ആ വീട് വിട്ടു പോകുന്നത് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ വേദയും വിക്രമും
സ്നേഹത്തോട് വീണ്ടും ഒരുമിക്കാട്ടോ. ഇതെല്ലാം വളരെ സന്തോഷകരമായ കാഴ്ചയാണ്. തൽക്കാലത്തേക്ക് മാത്രമാണ് ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അവനെ അവൻ്റെ അമ്മായിയച്ഛൻ അപ്പോഴേക്കും ജാമ്യത്തിൽ ഇറക്കിയിരുന്നു. വിക്രമിൻ്റെ അന്ത്യം കാണാതെ തനിക്കിനി ഉറക്കമില്ലെന്നും വേറെ തൻ്റെ പെങ്ങളാണെങ്കിൽ പോലും അവളെയും അവനെയും ഒരുമിച്ച് തീർക്കാനുള്ള പദ്ധതിയോട് കൂടെ ശ്രീകാന്ത് വീണ്ടും കലിപ്പോടെ പുറത്തേക്ക് ഇറങ്ങാനട്ടോ. എന്നാൽ ശ്രീകാന്തിൻ്റെ ഒരു കാര്യം അവിടെ നടക്കുന്നില്ല. ആ സമയം വാസവൻ്റെയും മകൻ വരുണുമായിട്ടുള്ള ദീപ്തിയുടെ വിവാഹ നിശ്ചയം നടക്കാൻ പോവാണ്.